ഇത്രയും മനോഹരമായ ഒരു ഈവനിങ്ങിലേക്ക് എൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കുറച്ച് കൂടുതൽ ജോലി ഇന്നത്തെ ഒരു ദിവസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് മോർണിംഗിൽ റെക്കോർഡ് ചെയ്യാനൊന്നും സാധിച്ചില്ല. എന്നാൽ ഈവനിങ് സമയത്ത് നിങ്ങളോട് ഇതൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് മോളുടെ ഒരു ഡ്രസ്സ് പുറത്തുനിന്ന് റിലയൻസ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എടുത്തു. 3-4 എടുത്തിട്ടുണ്ടായിരുന്നു. കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പക്ഷേ ഞാൻ എടുത്തപ്പോൾ അത് കുറച്ച് വലുതായിപ്പോയി. അപ്പോൾ അത് ഞാൻ അവളുടെ അളവിനനുസരിച്ച് എടുത്ത് അത് സൈഡ് തയ്ച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കരുതുണ്ടാവും സൈസുള്ളത് എടുത്തുകൂടെ എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഉണ്ടാവും. സൈസുള്ള എടുത്തു കഴിഞ്ഞ് അത് ചെറുതാവുമ്പോൾ പിന്നെ നമുക്കത് ഇടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും ഞാൻ എടുക്കുമ്പോൾ കുറച്ച് വലുത് തന്നെയാണ് എടുക്കുന്നത്. അത് പിന്നീട് നമ്മളുടെ ശരീരത്തിനനുസരിച്ച് ഷേപ്പാക്കിയിട്ട് നമ്മൾ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വിശേഷത്തോടു കൂടെ എനിക്കൊരു പുതിയ സൂയിങ് മെഷീൻ ഹസ്ബൻഡ് വാങ്ങിത്തന്നു. അതും കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ തയ്യലിനോട് ഒത്തിരി എന്താ പറയുക, ഭയങ്കര ഒരു ആഗ്രഹം, വീണ്ടും വീണ്ടും ഓരോന്നൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹം വരുമല്ലോ. പുതിയ ഒരു തയ്യൽ മെഷീൻ കിട്ടുമ്പോൾ എത്രത്തോളം മുന്നോട്ട് പോകുമെന്നറിയില്ല. എന്നാലും അത് കിട്ടി നമ്മളത് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ തയ്യലിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളാണ് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു സംഭവമായിരുന്നു ഈ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. പക്ഷേ അതും ഞാൻ ലൈഫിൽ അത്യാവശ്യമായ ഒരു ഘട്ടത്തിൽ നമുക്ക് ആവശ്യമാണ് എന്ന് വേണ്ടി വന്നു. ഒരു ചെറിയൊരു തയ്യലിന് വേണ്ടി ടൈലർ ഷോപ്പിൽ പോയി നിന്ന് 1 മണിക്കൂർ 2 മണിക്കൂർ നിൽക്കേണ്ട ഒരു അവസ്ഥ പലപ്പോഴും എനിക്ക് വന്നിട്ടുണ്ട്. കാരണം തിരക്കായിരിക്കും. അത് ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു സ്റ്റിച്ചിങ്ങിന് വേണ്ടി പിന്നെ 4-5 മാസം കഴിഞ്ഞിട്ടൊക്കെ തന്ന സംഭവങ്ങളുണ്ട്. ഒരു ചുരിദാർ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരവരുടെ സൗകര്യത്തിന് തരുന്നതും ഒക്കെ പല കാര്യങ്ങളും നടന്നപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ എന്നുള്ള ഒരു ചിന്തയിലൂടെയാണ് ഞാൻ തയ്ക്കാൻ തുടങ്ങിയത്. ഞാൻ തയ്യൽ തുടങ്ങിയത് എൻ്റെ മോളുടെ ക്ലാസിക്കൽ ഡ്രസ്സ് തയ്ച്ചുകൊണ്ടാണ്. അത് ഓരോ പ്രോഗ്രാം വരുമ്പോഴും ഓരോരോ കോസ്റ്റ്യൂം വേണമെന്ന് സാർ ആവശ്യപ്പെടുമ്പോൾ ഒരുപാട് കോസ്റ്റ്ലിയാണ് ഒരു ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഒരു ഡ്രസ്സെന്ന് പറയുന്നത്. അങ്ങനെയാണ് അതിനെക്കുറിച്ചിട്ട് ABCD പോലും അറിയാത്ത ഞാൻ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും ആദ്യം ഒക്കെ ചെയ്തു വന്നപ്പോൾ കുറേ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ 2-3 ഡ്രസ്സുകളൊക്കെ തയ്ച്ച് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ആയി. കണ്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. മെഷർമെൻ്റ് ഒന്നും എടുത്തിട്ട് പിന്നെ ഓരോ അളവൊന്നും ഞാൻ എടുത്ത് ചെയ്യാറില്ല. ഒരു ഡ്രസ്സ് എടുത്താൽ അത് വെച്ച് തന്നെ കട്ട് ചെയ്ത് തയ്ച്ചെടുക്കാനുള്ള ഒരു കഴിവ് എനിക്കുള്ളൂ. കൂടുതലേക്ക് ചിന്തിക്കാനും കൂടുതൽ ഇതങ്ങനെയാണ് ഇതെങ്ങനെയാണെന്നൊക്കെ. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെ മെഷർമെൻറ്റ് പഠിക്കണം, അതിൻ്റെ കട്ടിങ് പഠിക്കണം. ഇന്നതെന്ന് വെച്ചാൽ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ ഈസിയാണ്. എല്ലാ കട്ടിങ് പീസുകളും നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. അത് വെച്ച് തുണിയിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഈ ഒരു മിഷൻ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഞാനിരിക്കുന്നത്. പക്ഷേ ഇതിൽ കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. എനിക്ക് ഇതൊന്നും എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല. ഓരോന്നായിട്ട് പഠിച്ച് വരണം. എന്തായാലും നോർമൽ സ്റ്റിച്ച് ഇതിലേക്ക് ഞാൻ ചെയ്ത് കഴിഞ്ഞു. നമ്മളുടെ സാധാരണ ഒരു മിഷൻ എൻ്റെ കയ്യിലുണ്ട്. അത് സാധാരണ ഒരു മിഷൻ നമ്മൾ സാധാരണ ഒരു തയ്യൽ ചെയ്യുന്ന പോലെ തന്നെയായിരുന്നു. പക്ഷേ ഇതിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനും പഠിക്കാനും ഉണ്ട്. പെട്ടെന്നൊന്നും അറിയാതെ ഇതിലേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ചെയ്ത് പഠിച്ചു വരുന്നു. നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളൊന്നും നമ്മളുടെ ലൈഫിലില്ല. അപ്പോൾ ഈവനിങ് ഇതുപോലെ ഞാൻ അവളുടെ ചുരിദാർ തയ്ച്ച് കൊടുക്കുമ്പോൾ അവൾക്കത് രാവിലെ അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അത് തയ്ച്ചു, ഇത് ഇന്നിടാം, അമ്മ അത് തയ്ച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരിതായിരിക്കും, തയ്ച്ചു കൊടുക്കണം എന്നൊക്കെ നമ്മളുടെ മനസ്സിൽ വരും പെട്ടെന്നത്. അപ്പോൾ ആ ഒരു ജോലിയിൽ ഇന്ന് ഈവനിങ് ഞാനങ്ങ് മുഴുകി എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ തയ്ച്ചുകൊണ്ട് ഈ ഒരു ഇതിലേക്ക് പോയ സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ പല കാര്യങ്ങളും, ഒരു കാര്യത്തിലേക്ക് വന്നാൽ പല കാര്യങ്ങളും മറന്നു പോകുന്ന ഒരാളാണ് ഞാൻ. കാരണം അതിലേക്ക് ഒത്തിരി ശ്രദ്ധ പോവും. അപ്പോൾ വേറൊരു കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷകരമായ കുറേ കാര്യങ്ങളാണ് സ്റ്റിച്ചിങ്ങും നമ്മളുടെ ക്രാഫ്റ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളും. പിന്നെ വീട് വൃത്തിയാക്കുക, വീട് ഡെക്കറേഷൻ ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിനോട് ഭയങ്കര ഹരമുള്ള ഒരാളാണ് ഞാൻ. തയ്ച്ചിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. എന്തായാലും അത് ഫിനിഷായിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ചുരിദാറാണിത്. നല്ല കളറാണ്. ഗോൾഡൻ കളറിൽ പട്ടിയാല വല്ലതും തയ്ച്ചെടുക്കുകയാണെങ്കിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. നല്ല രസമാണ് കാണാൻ, നല്ല കളറാണ്.
അതേമാതിരി അതിൻ്റെ തുണിയും നല്ല ഒരു ക്വാളിറ്റിയുള്ള 1 മണിക്കൂറൊക്കെ ആയി സത്യം പറഞ്ഞാൽ. ഒരു ചുരിദാർ തയ്ക്കാൻ എടുത്ത് തന്നെ കുറച്ച് സമയമെടുത്തു. സമയം പോയതേ അറിഞ്ഞില്ല. ഇടയിൽ ഇതുപോലെ തയ്ക്കുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ഈ ചോക്ക് പീസ് കിട്ടും, അടയാളപ്പെടുത്താനും മെഷർമെൻറ്റ് ചെയ്ത് ചെയ്യാനും ഒക്കെ ആയിട്ട്. ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. പിന്നീട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോണ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ലാബാണ്, വീടിൻ്റെ സ്ലാബാണ്, കിച്ചൺ സ്ലാബാണ്. ഇത് എപ്പോഴും ഇങ്ങനെ എണ്ണമയം വീണിട്ടും എല്ലായിട്ടും എപ്പോഴും എനിക്ക് വൃത്തിയാക്കിയെടുക്കാൻ, എൻ്റെ കൈക്ക് ചെറിയ വേദനയൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ട് കാരണം ഞാൻ ഒരു ഐഡിയ എടുത്തതാണ് ഒരു വാൾപേപ്പർ വാങ്ങി ഒട്ടിക്കുക എന്നുള്ളത്. പക്ഷേ ഇത് എനിക്ക് നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യാനുള്ളത് ഇനി ഇതിങ്ങനെ ഒരു സംഭവം, ഈ ഒരു സംഭവം ചെയ്യരുത് എന്നുള്ളതാണ്. കാരണം ഇത് ചുമരെല്ലാം ഒട്ടിച്ചെങ്കിൽ അത് കുറച്ചു കാലം നിന്നേനെ. പക്ഷേ നമ്മൾ ചൂട് പുകയും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു സ്ഥലത്ത് ഇതുപോലെ ഞാൻ ഒട്ടിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ അത് പെട്ടെന്ന് ഡാമേജായി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. അത്രയും കഷ്ടപ്പെട്ട് ഞാനത് ഒട്ടിച്ചെടുത്തു. പക്ഷേ ഞാൻ വിചാരിച്ച അത്രയും പെർഫെക്റ്റായിട്ട് അത് നിന്നില്ല. ഇതുപോലെ ഒരു ഐഡിയ ഉള്ളവർ ഇനി ഒരിക്കലും ചെയ്യരുത് എന്ന് പറയാനാണ് ഞാനത് കാണിച്ചു തന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് പാത്രം കഴുകാനുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിലെ ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നത് ഈ പാത്രം കഴുകലാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തലവേദന പിടിച്ച ജോലിയാണ്. പാത്രം കഴുകി വരുമ്പോൾ തന്നെ ഒരുവിധം സമയങ്ങൾ പോവും. രാവിലത്തെ ഓട്ടത്തിൻ്റെ ഇടയിൽ പാത്രങ്ങൾ കഴുകി വയ്ക്കാൻ ചിലപ്പോൾ സമയം കിട്ടാറില്ല. അപ്പോൾ ഒന്നിച്ചാക്കി വെച്ച് കഴുകുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അന്നേരം കഴിയാൻ ഇത്രയും ബുദ്ധിമുട്ട് വരത്തില്ല. പക്ഷെ എന്തായാലും ഞാൻ അടുക്കള ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ നിന്ന് എല്ലാം എടുത്ത് ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷം എനിക്ക് രാത്രിയത്തെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള ടൈം ആവുമ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ഒതുക്കി വെക്കും. അപ്പം അങ്ങനെ ആ ജോലികളെല്ലാം ഒരുവിധം ഒതുക്കി പാത്രങ്ങളെല്ലാം കഴുകി വന്നുകൊണ്ടിരിക്കും. ചില സമയങ്ങളിൽ ഞാൻ നാരങ്ങ മേടിച്ച് വെക്കുന്നത് ചിലപ്പോൾ പെട്ടെന്ന് കേടാവും. അതിനൊരു കറുത്ത കളറൊക്കെ വന്നാൽ നമുക്ക് നാരങ്ങ വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ നാരങ്ങ എന്തിനെങ്കിലും യൂസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ആ നാരങ്ങ ഞാൻ കളയാറില്ല. അത് എടുത്ത് വെച്ച് നല്ലോണം മിക്സിയിലിട്ട് അടിച്ച് അതിൽ വിമ്മ് ചേർത്താണ് ഞാൻ പാത്രം കഴുകാറ്. അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രം നല്ല വെട്ടിത്തിളങ്ങും. അതേപോലെ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ നാരങ്ങ ഏറ്റവും ബെസ്റ്റാണ്. അപ്പം ഞാൻ ഇതുപോലെ മാർബിളിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അത് എടുത്ത് കളഞ്ഞിട്ടില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് ഞാൻ അത് എടുത്ത് കളയും. പിന്നീട് എനിക്ക് കാണിക്കാനുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് എനിക്ക് ഏറ്റവും യൂസായിട്ട് തോന്നിയിട്ടുള്ളത്. ഈ ചുമരുകളിൽ ആണി അടിക്കുന്ന ഒരു എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ് ആണി അടിക്കുക. ഒരിടത്ത് ആണി അടിച്ച് പലയിടത്തും ആകുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് വേണ്ടാന്ന് പറയുമ്പോൾ മാറ്റുമ്പോഴത്തേക്ക് അവിടെ ഹോളായി. അപ്പോൾ ആണി അടിക്കാതെ നമുക്ക് കിച്ചൺ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിയതാണ്. പക്ഷെ ഒന്ന് മാത്രമേ ഞാൻ അടുക്കളയിൽ ഫിക്സ് ചെയ്തിട്ടുള്ളൂ, ഒന്ന് ബാത്റൂമിൽ ഫിക്സ് ചെയ്തു. സത്യം പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല വൃത്തിയായിട്ടിരിക്കും, നല്ല സ്ട്രോങ് ആണ് കേട്ടോ. കുറച്ച് ജോലിയൊക്കെ ഒതുക്കിയപ്പോഴാണ് എൻ്റെ മാളുക്കുട്ടി ഇവിടെ വന്നത്. അപ്പോൾ അവൾക്ക് ചായയൊക്കെ ഉണ്ടാക്കി. ഞങ്ങളുടെ കുറച്ച് സ്പേസാണിത്. കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതുപോലെ നമ്മൾ മാതാപിതാക്കൾ മക്കളെ കൂടെ, അതും പ്രത്യേകിച്ച് നമ്മൾ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവരുടെ കൂടെ നിന്ന് സംസാരിച്ച് നിൽക്കുമ്പോൾ അവർക്കുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ സംസാരിക്കുന്നില്ല, അമ്മ സംസാരിക്കുന്നില്ല എന്നൊക്കെ ഞാൻ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന സമയത്ത് ചില കുട്ടികൾ എന്നോട് വന്ന് കംപ്ലൈൻറ്റ് പറയുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നാറുണ്ട്. അപ്പം ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് മോളെ കൂടെ നിൽക്കാൻ. അവൾ പഠിക്കുന്ന സമയത്തൊന്നും ഞാൻ പോയി ഡിസ്റ്റർബ് ചെയ്യില്ല. കാരണം പഠിക്കുന്ന സമയത്ത് എന്നെ കണ്ടാൽ പിന്നെ സംസാരിച്ചിരുന്ന അവളുടെ പഠിപ്പിൻ്റെ സമയം പോവും. അതുകൊണ്ട് ആ സമയം അവൾക്ക് ഗ്യാപ്പ് കൊടുത്ത് ഇതുപോലെ ചായ കുടിക്കാനും ഒക്കെ വരുന്ന സമയങ്ങളിൽ പല കാര്യങ്ങളും സംസാരിച്ച് എന്താ പറയുക കോമഡിയൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കും. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മോളാണ്, അത് പറയാതെ വയ്യ. എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ നിധി എന്ന് പറഞ്ഞാൽ അവളാണ്. കാരണം അത്രയ്ക്ക് നല്ല മോളാണ്. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എന്ത് കാര്യവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാനും അതുപോലെ ചെയ്യാനും നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ പോലും പറയാതെ കെയർ ചെയ്യാനും ഒക്കെ അവൾ നല്ലൊരു കുട്ടിയാണ്. ഇതുപോലെയുള്ള മക്കളെ കിട്ടുന്ന പാരൻസ് എത്രയോ ഭാഗ്യവാന്മാരാണ്. പിന്നെ അതേ നമ്മൾ ചെറുപ്പം മുതൽ അവരുടെ കൂടെ നിന്ന് അവരുടെ കാര്യങ്ങൾ കേട്ട് അവരെ കെയർ ചെയ്ത് ഒക്കെ വരുമ്പോൾ അവരും നമ്മളെ ജീവന് തുല്യം സ്നേഹിക്കും. അവർ നമുക്ക് വേണ്ടി എന്തും ചെയ്യും എന്ന്. അത് മക്കളെ എന്താ ചില പേരൻസ് പറയാറുണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കില്ല. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണം. ഇന്നത്തെ കാലത്തിൽ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ രണ്ടുപേർക്കും ജോലിയുണ്ട്, അത് പോയേ പറ്റുള്ളൂ. എന്നാൽ കൂടെ
കുറച്ച് സമയം മക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒക്കെ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് പൂജാ റൂമിൽ വിളക്ക് എത്തിക്കാൻ സമയമായി. പൂജയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് വീണയിലെല്ലാം പൊടിയായിട്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് വീണയിലുള്ള പൊടികളെല്ലാം തട്ടിക്കളഞ്ഞു, എല്ലാം നല്ലോണം വൃത്തിയാക്കി. തുടക്കം കുറച്ച് വീണ പഠിച്ചെങ്കിലും അത് ഞാൻ മറന്നിട്ടില്ല. അപ്പോൾ ഞാനതൊന്ന് ചെയ്തു നോക്കിയതാണ്. പക്ഷേ ഒരുപാട് കാലമായിട്ട് എടുക്കാത്തത് കൊണ്ട് കൈയൊന്നും അതിൽ വഴങ്ങുന്നില്ല. കൈയൊക്കെ വേദനിക്കുന്നു കമ്പിയിൽ തൊടുമ്പോൾ തന്നെ. അപ്പോൾ നമ്മളത് പ്രാക്ടീസിലൂടെയാണ് കൈയൊക്കെ നല്ല സ്ട്രോങ് ആവുന്നത്. പക്ഷേ എന്നാലും ഒരു ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതുവരെ എനിക്കത് പഠിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പോയി പഠിക്കാനൊന്നും ഇവിടെ അടുത്തൊന്നും ഞാൻ വീണ ക്ലാസ്സുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓൺലൈനിലൊക്കെ യൂട്യൂബിലൊക്കെ ഇതുപോലെ ആരെങ്കിലുമൊക്കെ ക്ലാസ് എടുത്ത് തരികയാണെങ്കിൽ നോക്കി പഠിക്കാൻ ഏറ്റവും എളുപ്പമായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ഞാൻ എല്ലാം സെർച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ കണ്ടില്ല. എന്തായാലും അത് സ്വന്തമായിട്ട് തന്നെ വെറുതെ ഒന്ന് അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ സരസ്വതി വീണ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു നാദം നമ്മളെ ഒരു വല്ലാത്തൊരു ഇതിലേക്ക് എത്തിക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ് അതിൻ്റെ സംഗീതം എന്ന് പറയുന്നത്. മോള് വായിക്കും, മോള് കുറേ പഠിച്ചതാണ്. എല്ലാം ക്ലീൻ ചെയ്ത് വെച്ച് ഒന്ന് തട്ടിക്കുടഞ്ഞ് വെച്ചപ്പോൾ തന്നെ ഒരു മനസ്സിനൊക്കെ ഭയങ്കര സന്തോഷമായി. ഓക്കെ, അപ്പം എൻ്റെ അടുത്ത ജോലിയിലേക്ക് പോകാനുള്ള സമയം, രാത്രി ഭക്ഷണം കഴിക്കാനുള്ള സമയമൊക്കെ ആവാറായി. അപ്പം അതിനുള്ള പ്രിപ്പറേഷന് ഞാൻ അടുക്കളയിലേക്ക് പോയി. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഇടിച്ച്, നമ്മൾ എന്ത് കറിയിലും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ വയറുവേദന കാര്യങ്ങളൊന്നും വരത്തില്ല. സ്വാദിന് പുറമെ അത് ഏറ്റവും നല്ലതാണ്. അങ്ങനെ ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് ചട്ടിയിലാണ് പാചകം ചെയ്യുന്നത്. എനിക്കെന്തോ ഒത്തിരി ഇഷ്ടമാണ് ചട്ടിയിൽ പാചകം ചെയ്യാൻ വേണ്ടി. അത് എന്ത് വിഭവമായാലും മൺചട്ടിയിൽ കുക്ക് ചെയ്യാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അതിൽ ഇച്ചിരി കടുകും ഒക്കെ ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് ഇതാക്കി വരുമ്പോൾ ഞാൻ തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ രാജ്മ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതൊരു വലിയ പയറാണ്, വൻപയർ പോലെയുള്ള ഒരു വലിയ ചുവന്ന പയറാണ്. ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യൻസാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഒക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം, ശരിക്കും പറഞ്ഞാൽ ചട്ടിക്ക് നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ചീഞ്ചട്ടിയിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നല്ലോണം വഴറ്റിയെടുക്കാൻ ഏറ്റവും എളുപ്പമാണ്. ആ ചൂടിങ്ങനെ നിൽക്കും ചട്ടിക്ക് അകത്ത്. അതുകൊണ്ട് തന്നെ എനിക്ക് പാചകം ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. പിന്നീട് ഞാൻ ഉള്ളി ചെറുതായിട്ട് മുറിച്ചത് ഞാൻ ഇടുന്നുണ്ട്. ഇനിയുള്ള അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ വഴറ്റലിലാണ്. നന്നായി വഴറ്റി അത് നന്നായിട്ട് ആ ഉള്ളിയും തക്കാളിയും ഒക്കെ മിക്സായി വന്ന് നല്ലൊരു സ്മെല്ല് വരുന്നവരെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കണം. എൻ്റെ ലൈറ്റർ കേടായി, അതുകൊണ്ടാണ് ഞാൻ തീപ്പെട്ടി യൂസ് ചെയ്യുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ രാജ്മ മറ്റേ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചു. ഇപ്പം ഞാൻ വഴറ്റിയെടുത്ത തക്കാളിയും ഉള്ളിയിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചു. അതെന്തിനാന്ന് വെച്ചാൽ അത് കുറച്ച് മിക്സിയിലിട്ട് അടിച്ചെടുത്ത ഒരു ഗ്രേവി പോലെ ഞാൻ എടുക്കുന്നുണ്ട്. ഈ ഗ്രേവിയാണ് ഞാൻ ഇതിലേക്ക് വീണ്ടും ഒഴിക്കുന്നത്. അത് പച്ചയോടുകൂടെ അരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് വരും. അതുകൊണ്ടാണ് വഴറ്റിയ സമയത്ത് അത് കുറച്ചെടുത്തിട്ട് മാറ്റി വെച്ച് അത് അരച്ച് ആ ഗ്രേവി ചേർക്കുന്നത്. അപ്പോൾ ആ ഗ്രേവി ചേർക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ഇതിൽ ചിക്കൻ മസാല എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ ആഡ് ചെയ്യാം. ഞാനത് ആഡ് ചെയ്തു. അതിന് ശേഷം ഇതാണ് സംഭവം. ചുവന്ന ഇത് നല്ല രസമാണ് കാണാൻ, അതേമാതിരി കഴിക്കാനും. ഏറ്റവും മാളൂസിന് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തം മിക്സ് ചെയ്ത് അതേപോലെ വഴറ്റി കുറച്ചൊന്ന് തിളപ്പിച്ച് എടുക്കണം. കാരണം ഈ ഒരു രാജ്മ ഇതിൽ ചേർന്ന് നല്ലോണം മിക്സാണ്. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നു. അങ്ങനെ അത് റെഡിയായി. പിന്നീട് ഞാൻ വിചാരിച്ചു ചപ്പാത്തി ഉണ്ടാക്കിയാലോ. വേണ്ട, ചപ്പാത്തി എപ്പോഴും നൈറ്റ് ചപ്പാത്തി. അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ, പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൂരി എൻ്റെ മോൾക്കും ഹസ്ബൻഡിനും ഒത്തിരി ഇഷ്ടമാണ്. ഈ ഓരോന്ന് ഉണ്ടാക്കി തുടങ്ങുമ്പോൾ തന്നെ ആ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഹസ്ബൻഡ് വന്ന് ഒന്നെടുത്ത് പറയുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ. പക്ഷേ കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ടില്ല, അത് വെറുങ്ങനെ കഴിക്കുകയാണ്. കണ്ട പൂരി കണ്ടു കഴിഞ്ഞാൽ പൊങ്ങി വരുന്ന ഒരു സമയത്ത് കഴിക്കാനാണ് ഏറ്റവും. അത് കഴിഞ്ഞ് കുറച്ച് നേരം വെച്ചാൽ പിന്നെ അതൊരു ഇതില്ല. നമ്മൾ പൂരി എപ്പോഴും കഴിക്കണ സമയത്ത് ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കഴിക്കാനിരുന്നു.
എൻ്റെ ഹസ്ബൻഡിൻ്റെ രീതി എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുമ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്ലേറ്റിൽ നിന്ന് കഴിക്കുക എന്നുള്ളതാണ്. അപ്പം ഇടയിൽ ഞാൻ വാരി കൊടുക്കുകയും ചെയ്യും. ഇപ്പം ഞാൻ എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ട്, ആ കറി ഒന്ന് നോക്കെന്ന് പറഞ്ഞിട്ട് വാരി കൊടുത്തപ്പം അടിപൊളിയാണ്, നല്ല രസമുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി. അതും ഒരു സന്തോഷം തന്നെയാണ്, അവരുടെ ഇതൊരു ക്രെഡിറ്റ് കിട്ടുക. ഇന്നുണ്ടാക്കിയ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് കഴിച്ചപ്പോൾ തന്നെ തോന്നി. അവരും കൂടെ പറഞ്ഞപ്പോൾ വളരെ സന്തോഷം. അപ്പോൾ ഇന്നത്തെ ഈ സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ ഇത്രയ്ക്കേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബായ്.